കണ്ണൂരിൽ കൊച്ചുമകളെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും പോക്സോ കേസിൽ അറസ്റ്റിലായ പ്രതി ഉണ്ണികൃഷ്ണനെതിരെ നേരത്തെ പരാതി നൽകിയ മരുമകളുടെ പ്രതികരണം ന്യൂസ് മലയാളത്തിന്. തന്റെ മകൾ നേരിടേണ്ടി വന്ന ക്രൂരതകൾ തുറന്നു പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല. ഇനി ഒരു കുട്ടിക്കും ഈ ഒരു അവസ്ഥ വരരുത് എന്നും ആദ്യം പരാതി നൽകിയ യുവതി പറയുന്നു. ഇത് ഞാൻ പറഞ്ഞപ്പോൾ ആരും വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. പിന്നെ എല്ലാവരും കൂടെ എനിക്കും മെൻ്റലായിട്ട് കാണുക ചെയ്തത്. അപ്പോൾ പിന്നെ ഞാൻ കുറേ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഇത് സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ ഒന്നും മോൾ ആദ്യമൊന്നും പറയാൻ കൂട്ടാക്കിയില്ല. എന്തോ ഒരു ഭയം മാതിരിയായിരുന്നു കുഞ്ഞിക്കുണ്ടായത്. പിന്നെ ചോദിച്ചപ്പോൾ കുഞ്ഞി പറഞ്ഞു, ഇന്ന് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാനിവിടെ വീട് വിട്ടിട്ട് കാസർഗോഡ് നിൽക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. ഒരു 3 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങോട്ട് വരിക ചെയ്തേ. ഇവിടെ വന്നിട്ടും ഞാൻ പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ആൾക്കാരെല്ലാം കാണുന്ന സമയത്ത് പിന്നെ കാർക്കിച്ച് തുപ്പുക, അല്ലെങ്കിൽ മുഖത്ത് നോക്കി വാതിലടക്കുക, പിന്നെ മുഖം കാണാൻ പറ്റുന്നില്ല ഇവരൊന്നും എന്നുള്ള അത്തരത്തിലുള്ള സംസാരമാണ് ഉണ്ടായത് ആൾക്കാരുടെ ഭാഗത്തുനിന്ന്. നിഖിൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേർന്നുണ്ട്. നിഖിൽ, ഓരോ അവസ്ഥയാണ്, അവരുടെ സങ്കടം അത് എത്രയാണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം കുട്ടിയെ ഇത്തരത്തിൽ ഇയാൾ ഉണ്ണികൃഷ്ണൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന വാർത്ത പറഞ്ഞപ്പോൾ ആരും അത് വിശ്വസിച്ചില്ല. പിന്നീട് ഒരു കുടുംബം ഒരു വലിയ ദുരന്തത്തിലേക്ക് പോകുന്ന വാർത്തകളാണ് പിന്നീട് മലയാളികൾ ഓരോരുത്തരായി കണ്ടത്. അന്ന് ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് കൈയൊഴിയാൻ ശ്രമിക്കുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ. പിന്നീട് ഇയാളിലേക്ക് അന്വേഷണം എത്തുന്നു, ഇയാളാണ് പ്രതി എന്നറിയുന്നു, കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നു. ഇതിനുശേഷം അറസ്റ്റിലാകുന്നു. അറസ്റ്റിലായി തിരിച്ചറിഞ്ഞതിന് ശേഷവും പരിപാടി പഴയത് തന്നെയാണ് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ചർച്ചയാക്കേണ്ട ഒരു വിഷയം. ഇപ്പം നിലവിൽ ഈ പ്രതികരണത്തെയൊക്കെ നമ്മൾ എങ്ങനെ കാണണം നിഖിൽ? ഏതായാലും ആ പ്രതികരണത്തെ നമുക്ക് അതിനൊരു വൈകാരിക തലമുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു അമ്മയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ അതിരൂക്ഷമായ പ്രതികരണം എന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനെ അഡ്രസ്സ് ചെയ്യണം എന്നാണ് തോന്നുന്നത്. കാരണം ആ അമ്മ പറയുന്നത്, എന്റെ മകൾക്ക് സംഭവിച്ചത് ഇനി ഒരാൾക്കും ഒരു കുട്ടിക്കും സംഭവിക്കരുത്, അതിന് ഈ ഉണ്ണികൃഷ്ണൻ ഒരു കാലത്തും പുറത്തിറങ്ങരുത്, അങ്ങനെ നിയമം അയാളെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അവർ അതിന് പറയാനിടയാക്കുന്ന, അവരെ അതിന് പ്രേരിപ്പിക്കുന്ന സാഹചര്യം കൂടി നമ്മൾ പറയേണ്ടതുണ്ട്. കാരണം ഈ സംഭവങ്ങൾ ഉണ്ടായ സമയത്ത് അവർ അത്രയധികം മാനസികമായി പ്രശ്നങ്ങളിലേക്ക് പോയി എന്നുള്ളതാണ് അവർ പറയുന്നത്. നമ്മൾ ഈ കേട്ടത് അവരുടെ പ്രതികരണത്തിൽ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അവർ പറയുന്നുണ്ട് എത്രയൊക്കെ അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന്. ഇത്തരത്തിൽ തന്റെ മകൾക്ക് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉള്ളതായി ഇവർക്ക് അനുഭവപ്പെടുന്നു. മകളോട് ചോദിച്ചപ്പോൾ ഈ ഭയം കാരണം പലപ്പോഴും കുട്ടി അതൊന്നും തുറന്നു പറയാൻ തയ്യാറായില്ല. പിന്നീട് ഈ ഏകദേശം 1 മാസത്തിലേറെ സമയം ഇവർ തന്നെ ഈ കുട്ടിയെ കൂടി നിരന്തരം സംസാരിച്ചാണ് ചെറിയ സൂചനകളെങ്കിലും ഈ സംഭവങ്ങളെ കുറിച്ച് കിട്ടുന്നത്. പിന്നീട് കുട്ടി പഠിക്കുന്ന സ്കൂളിൽ ഇക്കാര്യം അറിയിച്ചു. സ്കൂളിൽ ഇക്കാര്യം അറിയിച്ചപ്പോൾ അവിടെ നിന്നും കൃത്യമായ ശ്രദ്ധ കിട്ടിയില്ല. പിന്നീട് ആശുപത്രിയിൽ പോകുന്നു. ആശുപത്രിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ കുട്ടി വളരെ മോശമായ രീതിയിൽ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് കണ്ടെത്തുന്നു. അത് പിന്നീട് പോലീസ് കേസാവുന്നു. കുട്ടിയുടെ തന്നെ മൊഴിയിൽ കേസെടുക്കുന്നു. അതുമായി മുന്നോട്ട് പോകുന്നു. ഈ ഉണ്ണികൃഷ്ണനാണ് പ്രതി എന്ന് കണ്ടെത്തുന്നു. അതോടുകൂടി ഈ യുവതിയെ ക്രൂശിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അവർ പറയുന്നത്, ഞാൻ ഈ കാര്യങ്ങൾ, എൻ്റെ മോൾ അനുഭവിച്ച കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നെ ഭ്രാന്തിയാക്കാനാണ് എല്ലാവരും ശ്രമിച്ചത്. ഞാൻ പറയുന്നത് ആരും വിശ്വസിച്ചില്ല. എന്നെ കുറ്റക്കാരിയാക്കാനാണ് എല്ലാവരും കൂടുതൽ സമയം കണ്ടെത്തിയത്. ഈ ഭർത്താവിൽ നിന്നടക്കം തന്നെ അകറ്റി ഈ കാര്യങ്ങൾ നിയമപരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് തടയാനുള്ള ഒരു സമ്മർദ്ദം ഉണ്ടാക്കുകയായിരുന്നു ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇവർ പറയുന്നുണ്ട്. ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ പറയുന്നത്, ഉണ്ണികൃഷ്ണൻ നേരത്തെ തന്റെ മകളോട് എന്ത് ചെയ്തോ അത് ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇയാൾ ഇനി ഒരു കാലത്തും പുറത്തിറങ്ങാത്ത വിധത്തിലുള്ള ശിക്ഷ ഇയാൾക്ക് കിട്ടണം എന്നുള്ളതാണ്. മറ്റൊന്ന്, സമൂഹം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ തന്റെ ഭാഗത്ത് നിന്നില്ല. തന്നെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്ന് പറഞ്ഞ ആളുകൾ വരെ ഉണ്ടായിരുന്നു. അവരിപ്പോൾ നമ്മൾ കേട്ട പ്രതികരണത്തിൽ തന്നെ അവർ പറയുന്നുണ്ട്, അവർക്ക് ഈ സംഭവങ്ങൾ നടന്നതിന് പിന്നാലെ അവർക്ക് വീട് വിട്ട് പോകേണ്ടി വരികയായിരുന്നു. പിന്നീട് കണ്ണൂർ ജില്ലയിൽ നിന്ന് മാറി
കാസർഗോഡേക്ക് അവർ താമസം മാറ്റുന്നു. ഏകദേശം 3 മാസത്തിലേറെ അവിടെ താമസിച്ച് തിരിച്ച് നാട്ടിലേക്ക് എത്തിയപ്പോഴും അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത്. അവരെ കണ്ടാൽ ആളുകൾ മുഖത്ത് നോക്കി കാർക്കിച്ചു തുപ്പുക, അവർ ഒരു വീടിന്റെ മുന്നിലൂടെ നടന്നു പോവുകയാണെങ്കിൽ ഇവരെ കണ്ട് ഉടൻ വാതിൽ കൊട്ടിയടക്കുക, നിങ്ങളുടെ മുഖത്ത് നോക്കാൻ പറ്റാത്ത ആളുകളാണ് നിങ്ങൾ എന്ന് ഇവരോട് പറയുക. ഇങ്ങനെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ, ആളുകളിൽ നിന്നുള്ള അവഗണനകളൊക്കെ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അതൊക്കെ സഹിച്ചും നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം തുടരും എന്നുകൂടിയാണ് അവർ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു വെക്കുന്നുണ്ടായിരുന്നത്. അത് മാത്രമല്ല, നമ്മൾ റെക്കോർഡ് ചെയ്യാത്ത ചില വൈകാരിക പ്രതികരണങ്ങൾ അവരുടേതായിട്ടുണ്ടായിരുന്നു. അവർ നിങ്ങൾ ഈ നിയമത്തിന്റെ ഒക്കെ പേര് പറഞ്ഞ് എന്റെ പേരോ എന്റെ മുഖമോ മറച്ചു വെക്കരുത്, എന്നെ കല്ലെറിയാൻ കാത്തിരുന്നവരുണ്ടല്ലോ, എന്നെ കൊല്ലാൻ കാത്തിരുന്നവരുണ്ടല്ലോ, അവർക്ക് മുന്നിൽ ഇത് കാണിക്കണം എന്നൊക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. അത് ഒരു അമ്മയുടെയോ സ്ത്രീയുടെയോ വൈകാരികമായ പ്രതികരണമായി അതിനെ അങ്ങനെ കാണേണ്ടതുണ്ട്. പക്ഷേ സ്വാഭാവികമായും ഇത് നിയമപരമായ പ്രശ്നങ്ങൾ അക്കാര്യത്തിൽ ഉണ്ട് എന്നതുകൂടി പരിഗണിക്കപ്പെടേണ്ടതാണ്. ഏതായാലും ഉണ്ണികൃഷ്ണനെതിരെ താൻ അന്ന് പറഞ്ഞതൊക്കെയും ശരിയായിരുന്നു, ഇയാൾ ഇത്തരക്കാരനാണ് എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുന്നു എന്നതിലെ സന്തോഷം ഈ യുവതി പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, ഇവർ മറ്റ് ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ ആ വീട്ടിലേക്ക് എത്തുന്ന അവരുടെ ബന്ധുക്കളായ കുട്ടികൾക്കടക്കം ചില പ്രശ്നങ്ങൾ, മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി തനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കുന്ന സാഹചര്യമായിരുന്നില്ല. ഈ ഉണ്ണികൃഷ്ണൻ ഉണ്ടാക്കിയെടുത്തത് അങ്ങനൊരു സാഹചര്യമായിരുന്നു. അയാൾ എല്ലാവരും വിശ്വസിക്കുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുകയായിരുന്നു. ഈ ഉണ്ണികൃഷ്ണൻ പ്രദേശത്തെ ഒരു നാടക പ്രവർത്തകനൊക്കെയാണ്. അതിൽ യുവതി പറയുന്നത് അയാൾ നാടകത്തിലല്ല അഭിനയിച്ചത്, ശരിക്കും ജീവിതത്തിൽ അഭിനയിച്ച് മറ്റുള്ളവരെയൊക്കെ ഇയാൾ നല്ലയാളാണ് എന്ന് തോന്നിപ്പിക്കുകയായിരുന്നു. പക്ഷെ ഇയാളുടെ യഥാർത്ഥ രൂപം ഇതൊക്കെയാണ് എന്ന് ഇപ്പോൾ പുറത്തു വരുന്നതിൽ സന്തോഷമുണ്ട് എന്നുകൂടി ഈ യുവതി പറഞ്ഞു വെക്കുന്നുണ്ട്. സേതു. ഓക്കെ നിഖിൽ, ശരി. ഒരു അമ്മയുടെ വെളിപ്പെടുത്തലാണിത്, അവരുടെ അവസ്ഥയാണ്. ആദ്യം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സമൂഹം അവരെ കല്ലെറിയാനും ക്രൂശിക്കാനും ശ്രമിച്ചു. ഒടുവിൽ താൻ പരാതിപ്പെട്ടയാൾക്കെതിരെയായ കാര്യങ്ങൾ ഒരു സമൂഹം നേരിൽ കാണുമ്പോൾ അവർ വീണ്ടും ഉറക്കെ ചോദിക്കുകയാണ്, ഞാൻ അന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ കല്ലെറിഞ്ഞില്ലേ, നിങ്ങൾ എന്നെ ക്രൂശിച്ചില്ലേ, ഇപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ എന്ന്. കണ്ണൂരിൽ കൊച്ചുമകളെ പീഡിപ്പിച്ച കേസിൽ ജാമ്യത്തിലിറങ്ങിയ ഉണ്ണികൃഷ്ണനെതിരെ വീണ്ടും സമാനമായ കേസ് വരികയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ആദ്യം പരാതി നൽകിയ മരുമകളുടെ പ്രതികരണമാണ് ന്യൂസ് മലയാളം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. നിഖിലാണ് വിവരങ്ങൾ നൽകിയത് കണ്ണൂരിൽ നിന്ന്.